പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം നമ്മൾ സ്വന്തമാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ നമ്മൾ വചനം വെച്ച് അടിസ്ഥാനത്തിൽ വചനപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് തുടർന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് ദൈവിക അനുഭവങ്ങളെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചിട്ടും, അതിൽ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വചനങ്ങൾ വായിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ അത് വായിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വചനം നമ്മൾ പഠിക്കും, തുടർന്ന് വചനങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. അങ്ങനെ ആത്മീയ മേഖലയിലുള്ള ദൈവം എന്നെ സഹായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശുദ്ധിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കാനായിട്ട് പെർഫെക്റ്റായിട്ട് പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റേതായിട്ടുള്ള തലത്തിൽ നിന്നല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറേ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടാവും അല്ലേ, കൃപകളുണ്ടാവും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് തുടർന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് വളരെ സിമ്പിളാണ്, അതേപോലെ ഭയങ്കര പവർഫുള്ളായിട്ടൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ സാധിക്കും, ഇതാണ് ഞാനിനി തുടർന്നായിട്ട് നിങ്ങളോടൊരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല, അതുപോലെ പ്രാർത്ഥനാ ജീവിതം നേരെ പോകുന്നില്ല, വളരെ മടുപ്പ് അനുഭവപ്പെടുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളോട് കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ആവശ്യം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിലേക്ക് മാത്രം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടൊന്നും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. വളരെ സിമ്പിളായിട്ട് കർത്താവിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിങ്ങളും അതിനു വേണ്ടി തയ്യാറെടുക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാവരെയും ഇതിനകത്തേക്ക് വിളിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.